അപ്പോൾ ഇന്നത്തെ പരിപാടി മ്യൂസിയം ഓഫ് ഇല്യൂഷൻസ്. ഞാൻ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അത് എൻ്റെ കൂടെ മൂവ് ചെയ്യും. ഓക്കെ, ഞാനത് പോയി ടച്ച് ചെയ്യണം. ലെറ്റ്സ് ഗോ ആൻഡ് ടച്ച് ദിസ്. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി എ 3D ഒബ്ജക്റ്റ്. ദാറ്റ് വാസ് നോട്ട് ഫ്ലാറ്റ്. അത് ഫ്ലാറ്റ് അല്ലായിരുന്നു ഗൈസ്, ഇത് 3D ആണ്. 3D നേരിട്ട് നോക്കുമ്പോൾ ഫ്ലാറ്റായി തോന്നും, അടുത്ത് പോകുമ്പോൾ അത് 3D ആയി മാറും. ഈ വേസ് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഒരു ബ്ലാക്ക് വേസ്, ഒരു വൈറ്റ് വേസ്, അത്രമാത്രമേ തോന്നുള്ളൂ. സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ രണ്ടാൾക്കാർ ഫേസ് ടു ഫേസ് നിൽക്കുന്നത് കാണാം. കണ്ട ഈ ഭാഗം ഇത് മൂക്ക് അത് മൂക്കാണ്. കണ്ട, രണ്ടുപേര് ഫേസ് ടു ഫേസ് നോക്കുന്ന മാതിരിയല്ലേ? ദാറ്റ്സ് ദ ഇല്യൂഷൻ. ഇത് കണ്ട, ഇത് രണ്ട് കോൺട്രാക്റ്റാണ്. ഇത് കൂടുതൽ ഗ്രേ, ഇത് കുറവ് ഗ്രേ. ഉറപ്പല്ലേ? ഇത് കൂടുതൽ ഡാർക്കർ, ഇത് കുറച്ച് ലൈറ്റർ അല്ലേ? ഉറപ്പിച്ചല്ലോ. ഇപ്പം നോക്കാം. ഇനി ഇതിലേക്ക് തന്നെ സ്റ്റെയർ ചെയ്ത് നോക്കുക. എല്ലാവരും ഇതിലേക്ക് തന്നെ സ്റ്റെയർ ചെയ്ത് നോക്കണം. ഒരു 30 സെക്കൻഡ് നേരം സ്റ്റെയർ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി നിങ്ങളെ പാമ്പ് കയ്യിലേക്ക് നോക്കിയ കയ്യിലേക്ക്. ഇത് റാൻഡം ഫോട്ടോഗ്രാഫ് പോലെ തോന്നുന്നില്ല നിങ്ങൾക്ക്, പക്ഷേ ഇത് റാൻഡം ഫോട്ടോഗ്രാഫ്. ഇത്രയും ദൂരത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും കാണുന്നുണ്ടോ? നിങ്ങൾ? സ്റ്റേഷനറി, അത് സ്റ്റാറ്റിക് ആയിട്ടുള്ളൊരു ഇമേജാണ്, അനങ്ങാത്തൊരു ഇമേജാണ്. പക്ഷെ നമുക്കത് കാണുന്ന പോലെ തോന്നും. ഈ രണ്ട് ബോക്സിൽ ഇത് നീളം കൂടുതൽ, ഇത് നീളം കുറവ് അല്ലേ? ഇത് നീളം കൂടുതൽ, നീളം കൂടുതൽ മാറ്റിത്തരാം. ഇത് സെയിം സാധനം, അതേ സാധനം നമ്മളാദ്യം പറഞ്ഞ തെറ്റില്ലേ? ഈ വര വലുത്, ഇത് ചെറുത്. നമ്മളത്ര അതല്ലേ? ഈ വടി സെയിം വടി. ഈ ബൾബിലേക്ക് ഒരു 20 സെക്കൻഡ് നേരം തുറിച്ച് നോക്കിക്കുക. എല്ലാവരും സ്റ്റെയർ ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ സ്ക്രീനിലൊന്ന് ബ്ലിങ്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താ കാണുന്നത്? ആ ബൾബ് കത്തിയില്ലേ? ഇതെന്താ? ക്യൂബ്, നോർമൽ ക്യൂബ് അല്ലേ? ഉറപ്പിച്ചോ? ക്യൂബാന്ന് ഉറപ്പിച്ചോ? എന്താ ക്യൂബ് എങ്ങനെ പിരമിഡ് മാറി? ഹോളോഗ്രാംസ് കാണാം. 3D കൈ, ഒരു ലിറ്റിൽ സയൻറ്റിസ്റ്റ്, ഒരു മക്കാവ് ബേർഡ്, ടൈഗർ. ഇതെന്താ? വാട്ട് ഈസ് ദിസ്? ഗൈസ്, 9 ഐൻസ്റ്റീൻ നിരന്ന് നിൽക്കുന്ന 3D പ്രൊജക്റ്റഡ് ഐൻസ്റ്റീൻ ആണെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? പക്ഷേ 3D അല്ല, ഇത് കോൺകേവ് ആണ്. കേട്ടാ, സ്റ്റിൽ 3D ആണെന്നല്ലേ തോന്നുന്നത്? 3D അല്ല. അവിടെ ഒരു സാധനം കാണുന്നു, പോയിക്കാലോ. തല കറങ്ങോ? ഡിസി. എവിടെ? ഇതെന്താ സംഭവം? കിണർ കണ്ടുപിടിച്ചത്.
Come. So deep. വേറൊരു ടൈപ്പ് ഇല്യൂഷൻ നിങ്ങൾക്കൊരു മദറിനെ കാണാം. സൂക്ഷിച്ച് നോക്കിയാൽ ചില്ലകളെല്ലാം ലിപ്പ് ചെയ്തൊന്നും ലീവ്സ് എല്ലാം വെച്ചിട്ട് ഐസ്. എന്താ വാട്ട് ഈസ് ദിസ്? വാവ്, ഓ ഇതെന്താ സംഭവം? വായിച്ചോട്ടെ. ഗ്രീൻ, യെല്ലോ, റെഡ്, ബ്ലാക്ക്, ഗ്രീൻ, ബ്ലൂ, റെഡ്, ബ്ലൂ, ബ്ലൂ, റെഡ്, ബ്ലൂ, റെഡ്, ബ്ലൂ, ബ്ലാക്ക്, ഗ്രീൻ, യെല്ലോ, ബ്ലാക്ക്, ഗ്രീൻ. എത്ര ആൾ ശരിയാക്കി? ഈ വരകൾ, ഈ ലൈൻസ് എല്ലാം വളഞ്ഞ ലൈൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ ആക്ച്വലി എല്ലാം സ്ട്രൈറ്റ് ലൈൻസാണ്. കാരണം ഫസ്റ്റ് ലൈൻ സ്ട്രൈറ്റ്. പക്ഷേ ദൂരത്ത് നോക്കുമ്പോൾ എന്താണ്? ഇയാൾ സൈഡിലേക്കാണോ നോക്കുന്നത്, നേരാണോ നോക്കുന്നത്? നേരാണോ സൈഡിലേക്കാണോ? ഇതാണ് സിൻഡിനേറ്റിംഗ് ഗ്രിഡ്. കണ്ട തുള്ളി കളിക്കുന്നുണ്ട്. ബ്ലാക്കും വൈറ്റ് തുള്ളി കളിക്കുന്ന. അയ്യോ, ഒരു തവണ സ്വന്ന 5 തവണ സ്വന്തം. സംഭവം ഇത് 2 സർക്കിൾ മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എന്താ ക്യൂബ് ആക്കണം? ഈ 4 പീസ് വെച്ചിട്ട് ഈ ടീ ഷേപ്പ് ഉണ്ടാകും. Let's try. നമ്മുടെ ക്യാമറാമാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പറഞ്ഞത് എല്ലല്ല. സിമ്പിൾ. അറിയുന്നതായിരുന്നു. കുറേ സ്ക്വയറുകളാണ് നിങ്ങൾ കാണുന്നത്. പക്ഷേ ഞാൻ സർക്കിളാണ് കാണുന്നത്. പക്ഷെ രണ്ടും കാണാം. നിങ്ങൾ ആദ്യം സ്ക്വയറിലേക്ക് നോക്കി ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയർ കാണാം. സ്വിച്ച് ചെയ്ത് സർക്കിളിൽ നോക്കിയാൽ സർക്കിളും കാണാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതെന്താ 3 പൈപ്പ് ഇങ്ങനെ തള്ളി നിൽക്കുന്ന പോലെ. ഓക്കെ, 1 പൈപ്പ്, 2 പൈപ്പ്, 3 പൈപ്പ്, അങ്ങനെ പോയി. ഇതെങ്ങനെ ഒരുമാതിരി മറ്റടുത്ത പരിപാടി കാണിക്കല്ലേട്ടാ. ഇതിപ്പോൾ റൗണ്ട് അതിൻ്റെ മോൾ ഭാഗം സർക്കിൾ പോലെയല്ലേ തോന്നുന്നത്. അതിൻ്റെ മോൾ ഭാഗം എന്തായി? റെക്റ്റാങ്കിളായി. റെക്റ്റാങ്കിൾ സർക്കിൾ. അതാണ്